അപ്പൊ കണ്ടതിൽ സന്തോഷം. അപ്പം നിങ്ങൾ വന്നേക്കണം കേട്ടോ. എന്നാ ഞാൻ മാറിയേക്കാം. ശരി. അങ്ങനെ അവന്റെ എൻഗേജ്മെന്റ് വരെ ആയില്ലേ? ആടാ, ഓർമ്മയുണ്ടോ പണ്ടത്തെ കിരണേ? എല്ലാരും തട്ടി കളിക്കല്ലായിരുന്നു അവനെ. ആടാ, നിനക്കറിയോ ഇതിനു മുന്നേ അവൻ നിന്ന കമ്പനിയിലെ കഥകളൊക്കെ? കഥയോ? അവനെ അവിടെ എല്ലാരും ഇട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഒരു മീൻ ഇട്ടിട്ടുണ്ടേ, വൈകിട്ടത്തേക്ക് മുമ്പ് ചെയ്ത് തീരുക. ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് തീർക്കണ്ട. അപ്പം അത് തീർത്തിട്ട് മതി. കുഴപ്പമൊന്നുമില്ലല്ലോ, വൈകിട്ടത്തേക്ക് ചെയ്ത് തീർക്കല്ലേ. ആ സമയത്തല്ലായിരുന്നോ അവനും അവന്റെ ഗേൾഫ്രണ്ടും തമ്മിൽ ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിരുന്നു? അത് കഴിഞ്ഞിട്ട് അവന് ഭയങ്കര മെൻ്റൽ ഇഷ്യൂസൊക്കെ, ഭയങ്കര ട്രോമയായിരുന്നു അവന്. അതിൻ്റെ ഹെൽത്തൊക്കെ വല്ലാണ്ട് മോശമായി. അവസാനം അവനിപ്പോൾ തെറാപ്പിക്കൊക്കെ പോയി ലാസ്റ്റ് അവൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയേക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു ആ സമയത്ത്? എല്ലാം കഴിഞ്ഞ് ഇപ്പം ആ തെറാപ്പിക്ക് ശേഷമാണ് അവന് ഇത്രയും മാറ്റമൊക്കെ ഉണ്ടായത്. ലൈഫ് എങ്ങനെയാ പോകുന്നത്? ഞാൻ വർക്കിലോട് ഒന്ന് അവിടെ എൻ്റെ കൊലീഗ്സ് അല്ലേ എല്ലാവരും എനിക്കറിയത്തില്ല, എല്ലാവരും എൻ്റെ തലയിലല്ല അവരുടെ ഭക്ഷണം. അതിൻ്റെ കൂടെ എൻ്റെ ഗേൾ ഫ്രണ്ട് അവൾ കാര്യമില്ലാതെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും എന്നെ. അവൾക്ക് എൻ്റെ കാര്യം മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അവൾ ഒരു കോൾ വിളിച്ച് എടുത്തില്ലെങ്കിൽ അവൾ അതും പ്രശ്നമാക്കി കരഞ്ഞ്. എനിക്കറിയത്തില്ല ഇതിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർ. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് ഞാൻ എന്നാ ചെയ്യുന്നത്. ഇപ്പം എന്നായാലും അവസാനം കെട്ടാൻ പോലെ അവൻ്റെ സ്നേഹിച്ച പെണ്ണിനെ തന്നെ അവൻ കെട്ടി ഹാപ്പി ആയിട്ട്. അതിനും വേണടാ ഒരു ഭാഗ്യം. അതെ അതെ.